നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അടിമാലി മാങ്കുളത്ത് വിവാഹ ചിത്രങ്ങൾ പകർത്താനെത്തിയ ഫോട്ടോഗ്രാഫറെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർ മർദ്ദിച്ചതായി പരാതി. മർദ്ദനം വിവാഹം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞു നിർത്തി. ആക്രമണത്തിൽ കലാശിച്ചത് ഇവർക്ക് താമസ സൗകര്യമൊരുക്കിയ റിസോർട്ടിലെ റൂമുമായി ബന്ധപ്പെട്ട തർക്കമെന്ന് വിവരം. മൂന്നാർ ന്യൂനഗറിൽ മോഷണം നടത്തിയ പ്രതിപിടിയിൽ പിടിയിലായത് മൂന്നാർ കുണ്ടള സാന്റോസ് കോളനി സ്വദേശി 20-കാരനായ ഗൗതം. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി എസ്റ്റേറ്റിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ലയത്തിൽ നിന്നും 57,000 രൂപയും ATM ആധാർ കാർഡുകളും മോഷണം പോയി. ഓണാവധി എത്തിയതോടെ കാഞ്ചിയാർ അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സഞ്ചാരികളുടെ തിരക്കേറി. ഇതോടെ അഞ്ചുരുളി ആശ്രയിച്ചു കഴിയുന്ന വ്യാപാരികളും പ്രതീക്ഷയിൽ. എന്നാൽ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവം പ്രതിസന്ധി. NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ നടത്തുന്ന നിരാഹാര സമരം 3 ദിവസം പിന്നിട്ടു. ചെമ്പകപ്പാറ കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നിരാഹാര സമരം നടത്തുന്നത് സമരപ്പന്തലിനു സമീപം ചിതയൊരുക്കി. വിശദമായ വാർത്തകളിലേക്ക്. അടിമാലി മാങ്കുളത്ത് വിവാഹ ചിത്രങ്ങൾ പകർത്താനെത്തിയ ഫോട്ടോഗ്രാഫറെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർ മർദ്ദിച്ചതായി പരാതി. വിവാഹം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു. ഇവർക്ക് താമസ സൗകര്യമൊരുക്കിയ റിസോർട്ടിലെ റൂമുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. മാങ്കുളത്ത് വിവാഹ ചിത്രങ്ങൾ പകർത്താനെത്തിയ മൂവാറ്റുപുഴ സ്വദേശിയായ ഫോട്ടോഗ്രാഫർ ജെറിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജെറിനും സുഹൃത്തുക്കളും വിവാഹ ചടങ്ങ് പകർത്തുന്നതിനായി മാങ്കുളം കൈനഗിരിയിൽ എത്തിയത്. ഇവർക്ക് താമസിക്കുന്നതിനായി ഒരു റിസോർട്ടിൽ റൂം ഒരുക്കിയിരുന്നു. വിവാഹശേഷം ജെറിനെ മർദ്ദിച്ചവരും ഇവിടെയുണ്ടായിരുന്നു. റൂം വൃത്തിഹീനമായി കിടക്കുന്നത് സംബന്ധിച്ച് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമെന്ന് ജെറിൻ പറയുന്നു. ഇത് വാക്കുതർക്കത്തിന് ഇടയാക്കി. തുടർന്ന് തിങ്കളാഴ്ച വിവാഹം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇവർ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ജെറിൻ പറയുന്നു. പിന്നീട് റിയാക്ട് ചെയ്യാതെ ഒരാൾ മാത്രം റിയാക്ട് ചെയ്യാനുള്ള പിന്നീട് പെട്ടെന്ന് അവർ കടന്നു കളഞ്ഞാണ്. അത് കഴിഞ്ഞ് ക്ലൈന്റ് നമ്മളവിടെ നിന്നു. ക്ലൈന്റ് വന്നിട്ട് കേസ് കൊടുത്തു. എനിക്ക് വേറെ ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് ക്ലൈന്റ് കേസ് കൊടുത്തോളാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ളത് കഴിയും. ബിക്കോസ് മൂക്കിന് നല്ല വേദനയാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ 10-20 കിലോമീറ്റർ അടിമാലി വന്ന് അടിമാലി ഹോസ്പിറ്റലിൽ വന്ന് നേരെ ഇന്റിമേഷൻ കൊടുത്ത് അതിൻ്റെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി വന്നു. അതിൻ്റെ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്തപ്പോൾ നിലവിൽ മൂക്കിന് 2 സൈഡിലും പൊട്ടലുണ്ട്, ഡിസ്ലൊക്കേറ്റാണ്. അപ്പോൾ നമ്മളൊരു രീതിയിൽ ഒന്നും ചെയ്യാത്ത ഒരു കാര്യമാണ്. ഇതിൽ എനിക്ക് നീതി കിട്ടണം. മാങ്കുളം കല്ലാർ റോഡിൽ സഞ്ചരിക്കുകയായിരുന്ന ജെറിന്റെ വാഹനത്തെ പിന്തുടർന്നെത്തിയ സംഘം വാഹനം തടഞ്ഞു. അസഭ്യവർഷം ചുരുങ്ങിയ ഇവർ ഡ്രൈവർ സീറ്റിൽ ഉണ്ടായിരുന്ന ജെറിനെ മർദ്ദിക്കുകയായിരുന്നു. വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറക്കാനും ശ്രമിച്ചു. ജെറിന്റെ ഒപ്പം വാഹനത്തിലുണ്ടായിരുന്നവരാണ് അക്രമ ദൃശ്യങ്ങൾ പകർത്തിയത്. സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു യുവാവിനെയും ഇവർ മർദ്ദിച്ചതായി ആരോപണമുണ്ട്. ജെറിന്റെ പരാതിയിൽ മൂന്നാർ പോലീസ് കേസെടുത്തു. മൂന്നാർ ന്യൂനഗറിൽ മോഷണം നടത്തിയ പ്രതിപിടിയിൽ. ന്യൂനഗറിലെ ന്യൂശക്തി വിനായക ക്ഷേത്രത്തിലാണ് ശനിയാഴ്ച പുലർച്ചെ മോഷണം നടന്നത്. ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ പരാതിയെ തുടർന്ന് മൂന്നാർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്നാർ കുണ്ടള സാന്റോസ് കോളനി സ്വദേശി 20-കാരനായ ഗൗതം പിടിയിലായത്. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് മൂന്നാർ ന്യൂനഗറിലെ ശക്തിവിനായകൻ ക്ഷേത്രത്തിൽ ഭണ്ഡാരം മോഷണം പോയത്. ക്ഷേത്രത്തിനകത്ത് കയറി കള്ളൻ വാതിൽ തകർത്ത് ഭണ്ഡാരക്കുറ്റി കൈക്കലാക്കി കടന്നു കളയുകയായിരുന്നു. വരാനിരിക്കുന്ന ക്ഷേത്രോത്സവത്തിനായി നീക്കിവെച്ച നേർച്ചപ്പണമാണ് കള്ളൻ കൈക്കലാക്കി കടന്നു കളഞ്ഞത്. 10,000-ലധികം രൂപയാണ് മോഷണം പോയത്. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് മൂന്നാർ CI രാജൻ കെ അരമനയുടെ നിർദ്ദേശപ്രകാരം SI അജീഷ് കെ ജോൺ അന്വേഷണം ആരംഭിച്ചിരുന്നു.
പ്രധാനമായും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കള്ളൻ ഭണ്ഡാരക്കുറ്റിയുമായി ഓടുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്നാർ കുണ്ടള സാന്റോസ് കോളനി സ്വദേശി 20-കാരനായ ഗൗതം പോലീസിന്റെ പിടിയിലായത്. മൂന്നാർ ന്യൂനഗറിലെ ഹോം സ്റ്റേയിലെ ജീവനക്കാരനാണ് പിടിയിലായ ഗൗതം. പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിൽ ഭണ്ഡാരത്തിലെ ചില്ലറ തുട്ടുകൾ മാത്രം കണ്ടെടുത്തു. ബാക്കിയുള്ള തുക പ്രതി ചിലവാക്കിയതായാണ് പോലീസ് നൽകുന്ന വിവരം. MG നഗറിന് സമീപത്തുള്ള പൊന്തക്കാട്ടിലെ കുടിവെള്ള സ്രോതസ്സിൽ നിന്നും ഭണ്ഡാരക്കുറ്റി കണ്ടെടുത്തതായും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. மூணார் காலனி சக்தி விநாயகர் கோயிலில் உண்டியில் கிளம்பிட்டு போனாங்கன்னு அன்றைக்கி நாங்கள் கம்ப்ளைண்ட் கொடுத்துருந்தோம். அது இன்றைக்கி நம்ம மூணார் போலீஸ் அந்த திருடனை கண்டுபிடிச்சி ஆக்ஷன் எடுத்தாங்க. உடனே அந்த திருடனை கண்டுபிடிச்சி உடனே ஆக்ஷன் எடுத்ததுக்கு நம்ம மூணார் காவல் நிலையத்துக்கு மிகப்பெரிய நன்றியை தெரிவிச்சுக்கிறோம். മൂന്നാർ പ്രിൻസിപ്പൽ SI അജീഷ് K. ജോൺ, SI സുരേഷ് KR, മറ്റു ഉദ്യോഗസ്ഥരായ ധോണി ചാക്കോ, ബിനു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി എസ്റ്റേറ്റിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ലയത്തിൽ നിന്നും 57,000 രൂപയും ATM ആധാർ കാർഡുകളും മോഷണം പോയി. വെളുപ്പിനെയാണ് സംഭവം നടന്നത്. വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി 1-ാം ഡിവിഷൻ എസ്റ്റേറ്റ് തൊഴിലാളിയായ ആസാം സ്വദേശി അബ്ദുൾ റസാഖിന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 57,000 രൂപയും ആധാർ ATM കാർഡുകളുമാണ് മോഷണം പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിവരെ അബ്ദുൾ റസാഖ് ഉറങ്ങിയിരുന്നില്ല. ഈ സമയം ബാഗ് വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ബാഗ് വീടിനുള്ളിൽ ഇല്ലെന്നുള്ള വിവരം ഇയാൾ അറിയുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 100 മീറ്റർ അകലെ ബാഗ് കുത്തിക്കീറിയ നിലയിൽ കണ്ടെത്തി. പിന്നീട് പരിശോധിച്ചപ്പോഴാണ് പണവും ATM കാർഡും ആധാർ കാർഡും നഷ്ടപ്പെട്ടതായി അബ്ദുൾ റസാഖ് അറിയുന്നത്. തുടർന്ന് സമീപവാസികളെയും വണ്ടിപ്പെരിയാർ പോലീസിലും വിവരമറിയിച്ചു. അടച്ചുറപ്പുള്ള കതകില്ലാത്തതിനാലാണ് മോഷണം നടന്നതെന്ന് അബ്ദുൾ റസാഖ് പറയുന്നു. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഓണാവധി എത്തിയതോടെ കാഞ്ചിയാർ അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സഞ്ചാരികളുടെ തിരക്കേറി. ഇതോടെ അഞ്ചുരുളി ആശ്രയിച്ചു കഴിയുന്ന വ്യാപാരികളും പുത്തൻ പ്രതീക്ഷയിലാണ്. എന്നാൽ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഓണാവധി പ്രമാണിച്ച് നിരവധി സഞ്ചാരികളാണ് അഞ്ചുരുളിയിലേക്ക് എത്തുന്നത്. എന്നാൽ മേഖലയിലെ അപകടാവസ്ഥയ്ക്ക് ഇതുവരെയും പരിഹാരമുണ്ടായിട്ടില്ല. തുരങ്കമുഖത്തേക്കുള്ള പാതകൾ ഇന്നും ദുർഘടമായി കിടക്കുകയാണ്. കൂടാതെ സംരക്ഷണ വേലികൾ മുമ്പ് സ്ഥാപിച്ചിരുന്നുവെങ്കിലും അവയുടെ ചുവട്ടിലെ മണ്ണൊലിച്ചു പോയ നിലയിലാണ്. ടണലിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവിടേക്ക് ആളുകൾ യാതൊരുവിധ സുരക്ഷയുമില്ലാതെയാണ് ഇറങ്ങുന്നത്. അതേസമയം സഞ്ചാരികളുടെ തിരക്കേറിയതോടെ മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തിയിരുന്ന വ്യാപാരികൾ പ്രതീക്ഷയിലാണ്. ഒരാഴ്ച മുൻപ് വരെ പ്രതികൂല കാലാവസ്ഥ മൂലം അഞ്ചുരുളിയിലേക്ക് വിനോദസഞ്ചാരികൾ എത്തിയിരുന്നില്ല. ഇത് ഓണക്കാല സീസണെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു കച്ചവടക്കാർ. പല സഞ്ചാരികളും ഗൂഗിൾ മാപ്പ് നോക്കിയാണ് മേഖലയിലേക്ക് എത്തുന്നത്. എന്നാൽ മാപ്പിൽ 11 മണി മുതൽ 3 മണി വരെ മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഓണത്തിന് ഇപ്പം 3-4 ദിവസമായിട്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അതിനു മുന്നേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഈ തിരക്ക് ഒരു ഓണത്തിന്റെ ഒരു 10 ദിവസം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മുന്നോട്ടും തിരക്കൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ മാപ്പില് ഇവിടുത്തെ സമയം തെറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9 മണി തുടങ്ങി 11 മണിക്ക് ഇവിടെ ക്ലോസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. അത് ആളുകൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. വരുന്ന ആളുകളെല്ലാം പ്രധാനമായിട്ട് പറയുന്ന അടിയന്തരമായിട്ട് പ്രശ്നം പരിഹരിക്കണം. കാരണം വേറുള്ള ടൂറിസ്റ്റ് പ്ലേസിൽ പോയിട്ട് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പലരും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് പോകുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സമയത്തിന്റെ ഇതുള്ളതല്ല. ഗൂഗിളിൽ അങ്ങനെ തെറ്റായിട്ട് സമയം രേഖപ്പെടുത്തിയത് ഒരു വലിയ പ്രശ്നമായിട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുകൾ പഴയ പോലെ സഞ്ചാരികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അഞ്ചുരുളി ജലാശയത്തിൽ വെള്ളമുയർന്നതോടെ സൂര്യാസ്തമയ സമയത്തടക്കം ഇവിടം ആകർഷണീയമായ ദൃശ്യവിരുന്നാണ് ഒരുക്കുന്നത്. മേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങളും വാച്ച്മാന്റെ സേവനവും സജ്ജമാക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളിലേക്ക് നീങ്ങിയതായും ടെൻഡർ ഏറ്റെടുക്കുന്ന മുറയ്ക്ക് വിഷയത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി. NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ നടത്തുന്ന നിരാഹാര സമരം 3 ദിവസം പിന്നിട്ടു. ചെമ്പകപ്പാറ കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ സമരപ്പന്തലിന് സമീപം ചിതയൊരുക്കി വെച്ചാണ് നിരാഹാര സമരം നടത്തുന്നത്. യൂണിയൻ ഭരണസമിതിയുടെയും കാലാവധി അവസാനിച്ച കരയോഗങ്ങളുടെയും പ്രതിനിധി സഭാംഗത്തിന്റെയും തെരഞ്ഞെടുപ്പുകൾ സമയബന്ധിതമായി നടത്തുക എന്നതാണ് ഉപവാസ സമരത്തിലൂടെ മുൻപോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം.
തിരഞ്ഞെടുപ്പ് നടത്തുവാൻ തയ്യാറായില്ലെങ്കിൽ ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനം രേഖാമൂലം ഏറ്റെടുത്ത അതിന്റെ ബാധ്യതകൾ തീർക്കുവാനും നിർമ്മാണത്തിലിരിക്കുന്ന ശ്രീ പത്മനാഭപുരം ധർമ്മ പാഠശാല സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും നേതൃത്വം തയ്യാറാകണം. അല്ലെങ്കിൽ ശ്രീ പത്മനാഭപുരം ധർമ്മ പാഠശാല അതിന് പണം മുടക്കിയവർക്ക് നിരുപാധികം വിട്ടു നൽകണം. ഈ ആവശ്യങ്ങളിൽ ഒന്നെങ്കിലും അംഗീകരിക്കുന്നില്ലെങ്കിൽ മരണം വരിക്കുവാൻ തയ്യാറായിട്ടാണ് താൻ നിരാഹാര സമരം ചെയ്യുന്നതെന്ന് ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ പറഞ്ഞു. സംഘടനയ്ക്കുള്ളിൽ നിന്നുള്ള 2 ടീമുകൾ ജനറൽ സെക്രട്ടറിയുമായി പോയി സംസാരിച്ച് ഒരു ധാരണയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു വളരെ ഏകപക്ഷീയമായൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. പുറത്തുനിന്നുള്ള ജനപ്രതിനിധികളും ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഒക്കെ അദ്ദേഹവുമായി ബന്ധപ്പെടുന്നുണ്ട്. വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളൊരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഒരു കാരണവശാലും ഈ പ്രശ്നം പരിഹരിക്കാതെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സമരമല്ല ഇത്. കാരണം ഒരു വലിയ ജനവിഭാഗത്തെ ബാധിക്കുന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് എന്ന് മാത്രമല്ല വളരെ നിസ്സാരമായി പരിഹരിക്കപ്പെടാവുന്ന ഒരു പ്രശ്നവുമാണ്. ചർച്ചയിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. അതിനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിയും എന്നുള്ള വലിയ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ സമരം തുടരുന്നത്. വൈക്കം NSS യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ CR വിനോദ് കുമാർ, NSS വൈക്കം താലൂക്ക് യൂണിയൻ മുൻ കമ്മിറ്റി അംഗങ്ങളായ M ഗോപാലകൃഷ്ണൻ, നവകുമാർ S, സാജുമോൻ ശ്രീധർ, ഡോക്ടർ R വേണുഗോപാൽ തുടങ്ങിയവർ സമരപ്പന്തലിലെത്തി R മണിക്കുട്ടനെ സന്ദർശിച്ചു. വൈദ്യസംഘം എത്തി മണിക്കുട്ടന്റെ ആരോഗ്യനിലയും പരിശോധിച്ചു. 27 മാസം പിന്നിട്ടിട്ടും NSS നേതൃത്വം ചർച്ചയ്ക്കോ അനുരഞ്ജനത്തിനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. സമരപ്പന്തലിന് സമീപം ചിതയൊരുക്കിയാണ് നിരാഹാര സമരം നടത്തുന്നത്. ചൊക്രമുടി കയ്യേറ്റം സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് KPMS സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ. കയ്യേറ്റ ഭൂമിയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ജനപ്രതിനിധികളുടെ ഒത്താശയോടെയാണ് കയ്യേറ്റം നടത്തി വ്യാജരേഖകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് കയ്യേറ്റം അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് KPMS സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ നിലവിൽ സർക്കാരും മറ്റ് സ്വകാര്യ ഏജൻസികളെല്ലാം പുറത്തുവിട്ട വാർത്ത അനുസരിച്ച് 14 ഏക്കർ 90 സെന്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ 14 ഏക്കർ കയ്യേറ്റം നടത്തി രേഖകൾ ഉണ്ടാക്കിയതൊന്നും സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കുമ്പം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും പൊട്ടന്മാരാക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം സർക്കാർ അറിയാതെ, സർക്കാർ ഏജൻസി അറിയാതെ ഇത്രയും ഏക്കർ കണക്കിന് ഭൂമി കയ്യേറി വ്യാജരേഖകൾ ഉണ്ടാക്കി, പട്ടയം ഉണ്ടാക്കി, കൈവശരേഖ ഉണ്ടാക്കി ഒരു രേഖ നടക്കത്തില്ല. അപ്പോൾ ഭരിക്കുന്ന പാർട്ടികളുടെ യഥാർത്ഥ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള സംഭവമാണ് ഈ ചൊക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. തന്നെയുമല്ല, ഈ ചൊക്രമുടി കയ്യേറ്റം തൊട്ട് താഴെ 100 കണക്കിന് ആളുകളാണ് താമസിക്കുന്നത്. ഇവിടെ ഒരു മണ്ണൊലിച്ചിലുണ്ടായിക്കഴിഞ്ഞാൽ 1000 കണക്കിന് ആളുകൾക്ക് ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഈ സംഭവം മാറും. അതും തന്നെയല്ല, താഴെ 300-400 പരം SC ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന കോളനികളുണ്ട്. അവരെല്ലാം ബാധിക്കുന്ന ഈ സംഭവത്തിൽ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ഭാവം വരുവാണെങ്കിൽ KPMS ഉൾപ്പെടെയുള്ള ശക്തമായ സമരത്തിന് ഇതിന്റെ സംരക്ഷണ സമിതിയായി ബന്ധപ്പെട്ട് യോജിച്ച് നിർത്തിക്കൊണ്ട് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് നമ്മുടെ ഒരു ആലോചന എന്നുള്ളത്. കയ്യേറ്റ സംഭവം സർക്കാർ കണ്ടില്ലെന്ന ഭാവം നടിക്കുകയാണെങ്കിൽ ശക്തമായ സമരവുമായി KPS മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം നടന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. (1962) മുതൽ സ്കൂളിൽ പഠിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിയാണ് പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സംഘടിപ്പിച്ചത്. സെന്റ് തോമസ് പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ അധ്യക്ഷനായിരുന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം ഉദ്ഘാടനം ചെയ്തു. ആരംഭകാലഘട്ടം മുതലേ ഇന്ന് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. പിതാവ് സൂചിപ്പിച്ചതുപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ വച്ച് ഏറ്റവും മഹത്തരമായ ഒരു ഇടപെടലാണ് ഇരട്ടയാറിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതെല്ലാം കണ്ടിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു സംഘാടനം അത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഈ ഉജ്ജ്വലമായ സംഘാടനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ആദ്യമേ തന്നെ
രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട് കൈവരിച്ച ആ നേട്ടങ്ങൾ, ആ ചരിത്രപരമായ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ച ആളുകളുടെ മഹാസംഗമമാണ് ഇവിടെ ഇന്ന് കൂടിയിട്ടുള്ളത്. തീർച്ചയായും ഇത് വരും കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരുപിടി പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്ന ഒരു പരിപാടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭദ്രാവതി രൂപത അധ്യക്ഷന്മാർ ജോസഫ് അരിമച്ചാടത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉപഹാരം സമർപ്പിച്ചു. ഫാദർ ലൂക്ക് തച്ചാപറമ്പിൽ മുൻ അധ്യാപകരെ ആദരിച്ചു. AK ഷാജിമോൻ, ഷിബു കണ്ടത്തിൽ, മോഹനൻ നായർ, ജിജി എബ്രഹാം, MV ജോർജ് കുട്ടി, KM മാത്യു, റോണി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്ന്, മ്യൂസിക്കൽ ഫ്യൂഷൻ എന്നിവ നടന്നു. വൈകിട്ട് 6 മണിക്ക് കവി മുരുകൻ കാട്ടാക്കാടിയുടെ കാവ്യസന്ധ്യ അരങ്ങേറി. തുടർന്ന് നടന്ന സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രസിഡന്റ് ജിൻസൺ വർക്കി അധ്യക്ഷത വഹിച്ചു. മുൻനിര പ്രവർത്തകരെയും സ്പോൺസർമാരെയും കട്ടപ്പന ASP രാജേഷ് കുമാർ IPS ആദരിച്ചു. ഗായകൻ ജാസി ഗിഫ്റ്റ് നയിച്ച മ്യൂസിക്കൽ ആൻഡ് കോമഡി മെഗാ നൈറ്റ്, സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവയും പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമത്തിന്റെ ഭാഗമായി നടന്നു. ജിൻസൺ വർക്കി, AK ഷാജിമോൻ, ബിന്ദു ഷിബു, സജിദാസ് മോഹൻ, BM മാത്യു, ബിനോയ് തറക്കുന്നേൽ, കിരൺ ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ചക്കുപള്ളം അണക്കരയിൽ ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടത്തിൽ 2 പേർക്ക് സാരമായി പരിക്കേറ്റു. മടൻമേട് പോലീസ് സ്ഥലത്തെത്തിമേൽ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് അണക്കര മലങ്കരപ്പള്ളിക്കും CSI ദേവാലയത്തിനുമിടയിൽ അപകടമുണ്ടായത്. അണക്കരയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ രതി ദേവി IMS കോളനിയിലെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെ എതിരെ വന്ന ബുള്ളറ്റുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. വണ്ടൻമേട് സ്വദേശി സച്ചുവാണ് ബുള്ളറ്റിൽ യാത്ര ചെയ്തിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും റോഡിലേക്ക് തെറിച്ചു വീണു. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് അണക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം സച്ചുവിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും രതിദേവിയെ തേനി മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. ഇരുവർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വണ്ടൻമേട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. യാത്രക്കാരുടെ നടുവൊടിച്ച് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന വൻ ഗർത്തങ്ങൾ വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുകയാണ്. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ താൽക്കാലികമായി കുഴിയടയ്ക്കുക മാത്രമാണ് നഗരസഭ ചെയ്യുന്നതെന്നാണ് പരാതി. കട്ടപ്പന നഗരത്തിൽ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് പഴയ ബസ് സ്റ്റാൻഡ്. എന്നാൽ ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ നടുവൊടിക്കുന്ന വൻ ഗർത്തങ്ങളാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. മുൻപ് ഇത്തരത്തിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ട അപകട ഭീഷണിയായപ്പോൾ താൽക്കാലികമായി കുഴിയടയ്ക്കുക മാത്രമാണ് നഗരസഭ ചെയ്തതെന്നാണ് പരാതി. സ്റ്റാൻഡിൽ കോൺക്രീറ്റ് പാളികളാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കുഴികൾ രൂപപ്പെടുമ്പോൾ മെറ്റലും ടാറും ഉപയോഗിച്ച് അടച്ചാൽ കാര്യമായ ഗുണം ചെയ്യില്ല. ഇത്തരത്തിൽ പൊടിക്കൈകൾ ചെയ്ത് നഗരസഭാ അധികൃതർ സ്ഥലം കാലിയാക്കിയതോടെ മാസങ്ങളുടെ ഇടവേളയിൽ തന്നെ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് മാത്രമാണ് നഗരസഭയിൽ നടക്കുന്നതെന്നാണ് നിലവിൽ ഉയരുന്ന ആരോപണം. നിരവധിയായിട്ടുള്ള റോഡുകൾ കുണ്ടും കുഴിയുമാകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. കട്ടപ്പനയുടെ ഹൃദയഭാഗമായിട്ടുള്ള കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നമുക്കതിലൊരു നേർചിത്രം എന്ന നിലയിൽ കാണാൻ കഴിയുന്ന നിരവധിയായിട്ടുള്ള കുഴികൾ കാണാൻ സാധിക്കും. നിരവധി യാത്രക്കാരും സ്വകാര്യ വാഹനങ്ങളും അതോടൊപ്പം തന്നെ ബസ്സുകളും കടന്നു പോകുന്ന പഴയ ബസ് സ്റ്റാൻഡിൽ യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന ഒരു സമീപനമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് റോഡുകളുടെ കാര്യത്തിൽ മാത്രമല്ല, മുഴുവനായി വരുന്ന വികസനങ്ങളുടെ കാര്യങ്ങളിലും നഗരസഭ പിന്നോട്ടടിക്കുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. നഗരസഭ ചെയർപേഴ്സണെ മാറ്റുന്ന അടക്കമുള്ള അത് മാത്രം ശ്രദ്ധ ചെലുത്തുന്ന ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിൽ തുടരുന്നത്. ഗ്രൂപ്പ് പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ നഗരത്തിലെ വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ കട്ടപ്പനയിലുള്ളത്. ഇതിനെതിരെ ഡിവൈഎഫ്ഐ ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ നടത്തും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിലവിൽ പഴയ ബസ് സ്റ്റാൻഡിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തങ്ങളിൽ നിന്നും കോൺക്രീറ്റ് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ഗട്ടറുകളിൽ ചാടുന്ന വാഹനങ്ങളുടെ ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും ഇത് കാരണമാകും. മഴ പെയ്യുന്നതോടെ ഗർത്തങ്ങളിൽ കെട്ടിനിൽക്കുന്ന വെള്ളം വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ യാത്രക്കാരുടെ മേൽ തെറിക്കുന്നതും പതിവാണ്. പഴയ ബസ് സ്റ്റാൻഡിന് പുറമെ പുതിയ ബസ് സ്റ്റാൻഡിലും ഇതേ പ്രതിസന്ധിയുണ്ട്. അടിയന്തരമായി ബസ് സ്റ്റാൻഡിലെ അപകട ഭീഷണി ഒഴിവാക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരും വ്യാപാരികളും ആവശ്യപ്പെടുന്നത്. കട്ടപ്പന പുളിയന്മാന പാതയിൽ വാഹനയാത്രികരുടെ കാഴ്ച മറച്ചു നിന്നിരുന്ന കാട്ടുചെടികൾ വെട്ടിമാറ്റി ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രവർത്തകർ. പ്രദേശത്ത് വാഹനാപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് പ്രവർത്തകർ മാതൃകാ പ്രവർത്തനം നടത്തിയത്.
പാതയിലെ കൊടുംവളവുകളിൽ കാട്ടുചെടികൾ വളർന്നു നിന്നിരുന്നത് ഡ്രൈവർമാരുടെ കാഴ്ച മറച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബസ് സൗഹൃദ സംഘം അംഗങ്ങൾ മുന്നിട്ടിറങ്ങി ഈ കാട്ടുചെടികൾ വെട്ടിനീക്കിയത്. കൂടാതെ പാതയിലെ കുഴികളടച്ച് അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്ന് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മഴ കഴിഞ്ഞോടെ ഈ വഴിയിൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. അത് വെള്ളം കയറി വഴിക്കൂടെ ഒഴുകി തന്നെ വഴിയിൽ വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ലോഡ് വണ്ടികൾ, പ്രത്യേകിച്ച് തടിലോറിയൊക്കെ പോലെയുള്ള വാഹനങ്ങൾ വരുമ്പോൾ ഇവിടെ വലിയ അപകട സാധ്യതയുണ്ട്. അപ്പം ബസ്സിലൊക്കെ സ്റ്റാൻഡിങ് ആളുകളൊക്കെ ആയിട്ടാണ് പോകുമെങ്കിൽ ആ ബസ്സൊക്കെ ചെരിഞ്ഞ് ഓടിക്കുന്ന ആളുകൾക്ക് പോലും ഭയങ്കര ഭീതി ഉണ്ടാകുന്ന രീതിയിലാണ് വണ്ടിയിലെ കടത്തിക്കൊണ്ട് പോകാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. മാത്രമല്ല ഇപ്പോൾ ദൂരപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ ആളുകൾക്ക് ഈ വഴിയെക്കുറിച്ച് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ലാതെ വരുമ്പോൾ അവർ ഈ വണ്ടി ഈ ഇടതുഭാഗം കയറ്റിയെടുക്കുന്ന സമയത്ത് ഈ വണ്ടിയുടെ അടി വഴി ഇടിച്ച് പല സമയത്തും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഈ ദൂരഭാഗങ്ങളിൽ നിന്ന് വരുന്ന അതുപോലെ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ചരക്ക് ലോറികൾ, അതുപോലെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നിരന്തരം ആഴ്ചയിൽ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ഇവിടെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പ്രധാന കാരണം ഈ ഗർത്തം ഒഴിവാക്കി വാഹനം ചേർത്തെടുക്കുന്നു. അതുപോലെ തന്നെ ഈ കാട്ടുചെടികൾ വളർന്നു നിൽക്കുന്നുണ്ട്. ഈ റോഡിൻ്റെ അപ്പുറത്ത് മറുവശം കാണാൻ കഴിയാത്തതും ഇങ്ങനെയുള്ള അപകട സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹൈറേഞ്ച് ബസ് സംഘത്തിൻ്റെ ആളുകൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കാഴ്ച മറച്ച് നിൽക്കുന്ന കാട്ടുചെടികൾ, ഈ വഴിയിലെ ഈ വളവിലെ കാട്ടുചെടികൾ വിട്ടു നീക്കിക്കൊണ്ട് കാഴ്ചയ്ക്ക് ഒരു സുഖമായ കാഴ്ച ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത്. സേവന പ്രവർത്തനങ്ങൾക്ക് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ നേതൃത്വം നൽകി. ഭാരവാഹികളായ മധുസൂദനൻ നായർ TK, വിജു PV, ഷിബു കൂടല്ലി, രാജേഷ് കീഴേവീട്ടിൽ, പൈസുകുട്ടി ജേക്കബ്, സുബിൻ പുത്തൻപുരയ്ക്കൽ, MK മോഹനൻ, അഭിലാഷ് S നായർ, ജെയിംസ് ഫിലിപ്പ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി BJP കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. BJP ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സേവാപാക്ഷികം എന്ന പേരിൽ പ്രധാനമന്ത്രിയുടെ ജന്മദിനം മുതൽ ഗാന്ധിജയന്തി വരെ 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സേവന പരിപാടികളാണ് രാജ്യത്താകമാനം നടത്തുന്നത്. അമ്മയുടെ പേരിലുള്ള വൃക്ഷത്തൈനടിയിൽ രക്തദാന ക്യാമ്പുകൾ, ഉപന്യാസ രചനാ മത്സരങ്ങൾ, പ്രദർശനികൾ, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രചരണം തുടങ്ങിയവ സേവാ പാക്ഷികത്തിന്റെ ഭാഗമായി നടത്തും. ഇതിന്റെ ഭാഗമായി BJP കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്തദാന ക്യാമ്പ് BJP ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നമ്പർ 1 ആണ്. അതിവേഗം വളരുന്ന ഒരു സമ്പദ്ഘടനയാണ് നമുക്കുള്ളത്. നമ്മുടെ രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ സുരക്ഷ, അതുപോലെ എല്ലാ മേഖലകളിലും നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒന്നാമതായിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഒരു രാജ്യം തന്നെ ഇന്ത്യയാണ്. അങ്ങനെ വിവിധമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ രാജ്യം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേട്ടങ്ങൾ കൈവരിക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാലവും പിന്നീട് 3ാമത്തെ തവണയും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ജന്മദിനം BJP വലിയ ആഘോഷമായി രാജ്യത്ത് എമ്പാടും കൊണ്ടാടുകയാണ്. മണ്ഡലം പ്രസിഡന്റ് PN പ്രസാദ്, ജനറൽ സെക്രട്ടറി സന്തോഷ് KK, കൗൺസിലർ തങ്കച്ചൻ പുരയിടം, സംസ്ഥാന കൗൺസിൽ അംഗം CK ശശി, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജിജു ഉറുമ്പിൽ, മറ്റ് നേതാക്കളായ പ്രസാദ് കുറ്റത്തിൽ, മഹേഷ് CM തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഒരു വ്യാഴവട്ടക്കാലത്തിന്റെ നീലവസന്തവുമായി ചൊക്രമുടി മലനിരകളിൽ നീലക്കുറിഞ്ഞി പൂവിട്ടു. വിവാദ കയ്യേറ്റ ഭൂമിയിലാണ് നീലക്കുറിഞ്ഞി പൂവിട്ടിരിക്കുന്നത്. അനധികൃത നിർമ്മാണ പ്രവർത്തനത്തിലൂടെ നിരവധി കുറിഞ്ഞിച്ചെടികളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടത്. ഇരവികുളം ദേശീയ ഉദ്യാനം പോലെ ചൊക്രമുടി മലനിരകളും കുറിഞ്ഞികളും സംരക്ഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ചൊക്രമുടി മലനിരയുടെ താഴ്ഭാഗത്ത് റെഡ് സോണിൽ നിർമ്മാണം നടത്തിയ സ്ഥലത്തെ 100 കണക്കിന് കുറിഞ്ഞിച്ചെടികളാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പിഴുതുമാറ്റിയത്. 2026 വ്യാപകമായി പൂവിടുന്ന ചെടികളാണ് പിഴുതുമാറ്റിയത്. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്ത ഭാഗങ്ങളിലെല്ലാം കുറിഞ്ഞിച്ചെടികൾ സമൃദ്ധമായി വളരുകയും പൂവിടുകയും ചെയ്തിട്ടുണ്ട്.
12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയെ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറിഞ്ഞിച്ചെടികളും പൂക്കളും കൈവശം വയ്ക്കുന്നതും നശിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ്. നിയമം ലംഘിക്കുന്നവരെ 1972 കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യാം. 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ. കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കും. ചൊക്രമുടിയുടെ താഴ്ഭാഗത്തെ കുറിഞ്ഞിച്ചെടികൾ കൂടാതെ മരങ്ങളും വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ പരിശോധന നടത്താൻ പോലും തയ്യാറായിട്ടില്ല. ഈ സ്ഥലം വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതല്ല എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. കുറിഞ്ഞിച്ചെടികളുടെ സംരക്ഷണത്തിന് നടപടി സ്വീകരിക്കേണ്ട ജൈവ വൈവിധ്യ ബോർഡും നിസ്സംഗത തുടരുകയാണ്. പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഇവിടെ റവന്യൂ സംഘം സന്ദർശനം നടത്തിയ 2 തവണയും വരയാടുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. രാജമലയിലേതുപോലെ വരയാടുകളും നീലക്കുറിഞ്ഞിയുമുള്ള ചൊക്രമുടിയും പരിസര പ്രദേശങ്ങളും ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് രാജമല പെട്ടിമുടി പോലെ വരയാട് സംവിധാനത്തിൽ ഈ സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത് ഇത് നാഷണൽ പാർക്കായിട്ട് നമ്മുടെ കേരളത്തിലെ അതിമനോഹരമായ ചൊക്രമുടി മലയെ ഫോറസ്റ്റുകാരേറ്റ് നാഷണൽ പാർക്കായിട്ട് ഏറ്റെടുക്കണമെന്ന് ഫോറസ്റ്റ് വകുപ്പിനോട് പറയുന്നു. ഇത്തരം മരങ്ങൾ ഇളക്കിയിട്ടും ഈ കല്ല് ഇളക്കിയിട്ടും ഈ സ്ഥലത്ത് ഫോറസ്റ്റുകാർ വന്ന് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഇതുപോലെ വൻമരങ്ങളാണ് വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എവിടെ പോയി? അവരില്ലേ ഈ നാട്ടിലെ? അത് ഒരു സംശയമായിട്ടിരിക്കുന്നു. ഈ നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റുകാരുടെയാ. അപ്പോൾ നാഷണൽ പാർക്ക് ഇവിടെ വരയാട്, കാട്ടുപോത്ത്, ആനകളെ സംരക്ഷിക്കുന്നവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ്. അവർ ഇവിടെ ഈ സ്ഥലം ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ട്, പക്ഷെ അവരെ കാണാൻ സാധിച്ചില്ല ഞങ്ങൾ. അപ്പോൾ എന്താണെന്നറിയാവോ, ഇത് നാഷണൽ പാർക്കായിട്ട് ഞങ്ങൾക്ക് കേരളത്തിലെ ഈ മനോഹരമായ ചൊക്രമുടി മല, കേരളത്തിലെ 2ാമത്തെ ഹൈറ്റ് കൂടിയ മല, ഇത് സംരക്ഷിക്കാൻ ഫോറസ്റ്റുകാരെ ഏൽപ്പിച്ച് നാഷണൽ പാർക്കായിട്ട് ഇത് എല്ലാ ഗസ്റ്റുകളും ഇതിൽ വന്ന് സന്ദർശിച്ചിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഇത് പരിഗണന ഉണ്ടല്ലോ. പശ്ചിമഘട്ടത്തിൽപ്പെട്ട മൂന്നാർ, തമിഴ്നാട്, കർണാടക, ഗോവ എന്നിവിടങ്ങളിൽ മാത്രമാണ് നീലക്കുറിഞ്ഞി കണ്ടുവരുന്നത്. 1 മുതൽ 12 വർഷം വരെയുള്ള ഇടവേളകളിൽ പൂക്കുന്ന 64 ഇനം കുറിഞ്ഞികളാണ് പശ്ചിമഘട്ടത്തിലുള്ളത്. ഇതിൽ 47 എണ്ണം മൂന്നാറിലുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 238. വിൽപ്പനയ്ക്ക് വന്നത് 63,629. വിൽപ്പന നടന്നത് 60,545. കൂടിയ വില 2,685. ശരാശരി വില 2,231. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ. ഏലം കൂടിയ വില 2,300. ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 960, കൊക്കോ 80, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,850 രൂപ. വെള്ളി 96. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അടിമാലി മാങ്കുളത്ത് വിവാഹ ചിത്രങ്ങൾ പകർത്താനെത്തിയ ഫോട്ടോഗ്രാഫറെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർ മർദ്ദിച്ചതായി പരാതി. മർദ്ദനം വിവാഹം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞു നിർത്തി. ആക്രമണത്തിൽ കലാശിച്ചത് ഇവർക്ക് താമസ സൗകര്യമൊരുക്കിയ റിസോർട്ടിലെ റൂമുമായി ബന്ധപ്പെട്ട തർക്കമെന്ന് വിവരം.
മൂന്നാർ ന്യൂനഗറിൽ മോഷണം നടത്തിയ പ്രതി പിടിയിലായത് മൂന്നാർ കുണ്ടള സാന്റോസ് കോളനി സ്വദേശി 20-കാരനായ ഗൗതം. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി എസ്റ്റേറ്റിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ലയത്തിൽ നിന്നും 57,000 രൂപയും ATM ആധാർ കാർഡുകളും മോഷണം പോയി. ഓണാവധി എത്തിയതോടെ കാഞ്ചിയാർ അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സഞ്ചാരികളുടെ തിരക്കേറി. ഇതോടെ അഞ്ചുരുളി ആശ്രയിച്ചു കഴിയുന്ന വ്യാപാരികളും പ്രതീക്ഷയിൽ. എന്നാൽ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവം പ്രതിസന്ധി. NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ നടത്തുന്ന നിരാഹാര സമരം 3 ദിവസം പിന്നിട്ടു. ചെമ്പകപ്പാറ കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നിരാഹാര സമരം നടത്തുന്നത് സമരപ്പന്തലിനു സമീപം ചിതയൊരുക്കി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.